ബി.ജെ.പി. കേരളം ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിനെതിരെ പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ വന്ന പോസ്റ്റ് വർഗീയ സ്പർദ്ധയും ചേരിതിരിവും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. കൊല്ലത്തുനിന്ന് സൂര്യഗായത്രി നമ്മളോടൊപ്പം ചേരുന്നു. സൂര്യഗായത്രി, ഈ ബി.ജെ.പി. കേരളം ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിനെതിരെ യൂത്ത് കോൺഗ്രസ് നൽകിയിരിക്കുന്ന പരാതിയുടെ ഉള്ളടക്കം എന്താണ് ഈ പരാതിക്ക് അടിസ്ഥാനമായിരിക്കുന്നത്? പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിനെതിരെയാണ് വിഷ്ണു സുനിൽ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഇപ്പോൾ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ, അതായത് നിലവിൽ നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശനെതിരെയും അതുപോലെ തന്നെ സാദിഖ് അലി തങ്ങൾക്കെതിരെയുമാണ് വിമർശനം ഉന്നയിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അത് ഡൽഹിയിലല്ല പാണക്കാട് ഹൗസിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ തങ്ങൾക്ക് വിശറി വീശിക്കൊടുക്കുന്ന ഒരു പടമടക്കം ഇട്ടുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. MLA-മാരുടെ പിന്തുണ കുറവായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അത് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്താലാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് എന്നുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് ഖർഗെയും അപമാനിക്കുന്ന തരത്തിലായിപ്പോയി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൂടാതെ തന്നെ സമാധാനത്തോടെ കേരളത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധയും ചേരിതിരിവും ഉണ്ടാക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ആയിപ്പോയി ഈ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിൽ ഔദ്യോഗിക പേജിൽ പങ്കുവെച്ചത് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ പരാതി DGPക്കാണ് നൽകിയിരിക്കുന്നത്. അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിലാണ് ഇത്തരത്തിലൊരു പരാതി DGPക്ക് നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.